ആ ഒരു സമയത്തിന് ഒരു 18-20 വയസ്സായപ്പോഴത്തേക്ക് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനും ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള പ്ലാൻ 20 വയസ്സായപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാനും ഫ്രണ്ട്സും കൂടെയാണ് തുടങ്ങിയത്. ഏകദേശം ഇപ്പൊ ഒരു 27 വർഷത്തോളമായി. നമ്മൾ ഇന്നതാവണം. ഇപ്പോഴത്തെ കുട്ടികൾ കുറേയും കൂടി എന്താ പറയുക, ഒരു ഫോക്കസ്ഡാണ് എല്ലാ കാര്യങ്ങളും. എന്ത് പഠിക്കണം, എന്താവണം എന്നൊക്കെ ഉള്ള വെൽ പ്ലാൻഡ് ആയിട്ടാണ് അവർ പഠിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് സാഹചര്യങ്ങളുടെ ഒരു ഇതുകൊണ്ടും നമുക്ക് ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതേ നടക്കുള്ളൂ എന്നുള്ള ചിന്തയൊന്നുമില്ല. പക്ഷെ എങ്കിലും അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. പള്ളിപ്പുറം സ്കൂളിലാണ് ആദ്യത്തെ സ്കൂൾ റേഡിയോ ലോഞ്ച് ചെയ്യുന്നത്. അത് സിപ്പി സാറാണ് എഴുതിയേക്കുന്നത്, നമ്മുടെ ബാലസാഹിത്യകാരൻ സിപ്പി സാർ എഴുതിയിട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ടാണ് സ്കൂൾ റേഡിയോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ആ ഇന്റർവെല്ലിന് ഒരു സ്കൂളിൽ തന്നെ റേഡിയോ സംപ്രേഷണം ചെയ്യും. എന്ന് അരങ്ങേറ്റം നടത്താൻ പറ്റുന്നു എന്ന് ചോദിച്ച് ചേരുന്ന ആൾക്കാരും ഉണ്ട്. വരുമ്പോ തന്നെ സ്റ്റേജിൽ കയറാൻ പറ്റുന്ന അല്ലെങ്കിൽ അരങ്ങേറ്റം എന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, തിരക്കുള്ള ആൾക്കാരുണ്ട്, തരത്തിലുള്ള ആൾക്കാരുണ്ട്. നമുക്ക് അത് ഇന്നത്തെ കാലത്ത് അത് പറയാൻ പറ്റില്ല. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ക്ലാസിക്കൽ ബേസുള്ള ഒരു വെസറ്റൈൽ മ്യൂസീഷ്യനാണ്, സിംഗറാണ്, കമ്പോസറാണ്, ടീച്ചറാണ്. ഇങ്ങനെ എല്ലാ റോൾസിലും ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. ഗോപൻ സ്വരത്രയ. സ്വാഗതം ചെയ്യാം ടോക്ക് ടൈമിലേക്ക്. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ നന്നായി പോണു. വർക്കുകളും കാര്യങ്ങളും പ്രോഗ്രാമൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരുപാട് നല്ല നല്ല ഡിവോഷണൽ സോങ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളൊരു ആളായതുകൊണ്ട് നമുക്ക് തുടക്കം തന്നെ നല്ലൊരു പോസിറ്റീവ് സോങ്ങിലൂടെ തന്നെ ആരംഭിക്കാം. തീർച്ചയായിട്ടും. ഗണപതി. ഇടയ്ക്കാട്ടുകാവിൽ വാഴും ഗണപതി ഭഗവാന്റെ നടക്കൽ നമ്രശീർഷനായി ഭജിച്ചിടുന്നേ. ഇടയ്ക്കാട്ടുകാവിൽ വാഴും ഗണപതി ഭഗവാന്റെ നടക്കൽ നമ്രശീർഷനായി ഭജിച്ചിടുന്നേ. ഉടച്ചിടുന്നൊരു കേരം അടിയൻ നിന്നടയിലായി തടസം സർവതും തീർത്തു കടാക്ഷിക്കണേ. എൻ്റെ മുടക്കം സർവവും തീർത്തു കടാക്ഷിക്കണേ. ഇടയ്ക്കാട്ടുകാവിൽ വാഴും ഗണപതി ഭഗവാന്റെ നടക്കൽ നമ്രശീർഷനായി ഭജിച്ചിടുന്നേ. വളരെ നല്ലൊരു പാട്ട്. നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കിട്ടി. ഈ പാട്ട് ചേട്ടൻ കമ്പോസ് ചെയ്ത പാട്ട് തന്നെ? ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാണിത്. ഹരിദാസ് ചേർത്തല എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയാണ്. ഇവിടെ കുറേ ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഗണപതിയെ ഇടയ്ക്കാട്ടുകാവ് എന്നുള്ളൊരു ക്ഷേത്രത്തിലെ ഗണപതിയെ സ്തുതിക്കുന്ന ഒരു പാട്ടായിരുന്നു. വളരെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയ ഒരു പാട്ടായിരുന്നു. ഇത് പാടിയതും ഞാൻ തന്നെ പാടിയത്. ഒരു സ്വന്തം യൂട്യൂബ് ചാനലുണ്ട്, ഗോപൻ സ്വരത്രയാന്ന്. അതിനകത്താണ് അത് റിലീസ് ആയിരിക്കുന്നത്. ഇപ്പം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏകദേശം 25-27 വർഷത്തോളമായി ശരിക്കും പറഞ്ഞു. എത്ര പാട്ടുകൾ ഡിവോഷണൽ പാടിയിട്ടുണ്ട്? ഒരു അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു കമ്പോസ് ചെയ്തേക്കണ ഏകദേശം ഒരു 10-400 പാട്ടോളം എല്ലാം കൂടി ഉണ്ടാവും. എല്ലാ തരത്തിലുള്ള, അതായത് ഭക്തിഗാനങ്ങളും പിന്നെ പ്രണയഗാനങ്ങളും ലളിതഗാനങ്ങളും ആൽബം സോങ്സ് ഒക്കെ ആയിട്ട് എല്ലാം കൂടിയൊക്കെ ആയിട്ട് ഒരു 10-400 പാട്ട് ഏകദേശം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു? ചെറുപ്പത്തില് നമ്മൾ പാടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പോസിങ് മേഖലയിലേക്ക് നമ്മളൊരു ഡിഗ്രി ലെവലൊക്കെ എത്തിയപ്പോഴാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. ആദ്യം വൃന്ദാവനം എന്ന് പറഞ്ഞൊരു CD ആണ് ആദ്യം. ഞങ്ങളുടെ ഒരു മേഖലയിലേക്ക് ധാരാളം ഗാനങ്ങൾ ചെയ്യാൻ പറ്റും. ഉണ്ണികൃഷ്ണ വാര്യർ എന്ന് പറഞ്ഞൊരു കണ്ണനെ നീതിക്കാൻ കഥലപ്പോഴൊക്കെ എഴുതി അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ലൂമുലാൽ മുല്ലശ്ശേരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പാട്ടാണ് ദാസേട്ടന്റെ പാടിയേക്കുന്നത്. ദാസേട്ടൻ പാടിയേക്കുന്ന 10 ഗാനങ്ങൾ പുള്ളി എഴുതിയതാണ്. 10 ഗാനങ്ങൾ ഞാൻ ഒറ്റയ്ക്കല്ലാതെ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും ചേർന്നാണ് ചെയ്തത്. ഞാനും എൻ്റെ സുഹൃത്തായ നിഷാദും കൂടെ ചേർന്നാണ് സ്വരത്രയ എന്ന് പറഞ്ഞൊരു സ്ഥാപനം കഴിഞ്ഞ 10-20 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൂമുലാൽ മുല്ലശ്ശേരിയുടെ കുറേ ഗാനങ്ങൾ,
പിന്നെ ജയേട്ടനെ എൻ്റെ ഒരു ജീവിത സൗഭാഗ്യം പോലെ പരിചയപ്പെടുത്തി തന്ന ശ്രീ ബാലു ആർ നായർ. അദ്ദേഹം കാരണമാണ് ജയേട്ടനായിട്ട് പരിചയപ്പെടാനും അത്രയും അടുക്കാനും അദ്ദേഹത്തോടൊപ്പം കുറേ നാൾ സഞ്ചരിക്കാനും സാധിച്ചു. ചേട്ടന് വേണ്ടി ഒത്തിരി ട്രാക്കുകൾ പാടാനും ചേട്ടന് വേണ്ടി കുറേ ഗാനങ്ങൾ കമ്പോസ് ചെയ്യാനും ഒക്കെ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ കുറേ ഗാനങ്ങൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. പുള്ളി നന്നായിട്ട് എഴുതുന്നതാണ്. ശ്രീ മോഹൻ പള്ളത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കുറേ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ സുമാ ശിവൻ എന്ന് പറഞ്ഞ അവരുടെ കുറേ ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോശാല തങ്കം കുറച്ച് പ്രായൊരു അമ്മയുണ്ട്. അമ്മയുടെ കുറച്ച് ഗാനങ്ങൾ ഈ ഇടയ്ക്ക് റീസെന്റ് മധുചേട്ടൻ പാടി ചെമ്പട്ട് വളരെ പോപ്പുലറായ ഒരു പാട്ടായിരുന്നത്. ഭദ്രകാളിയുടെ വർണ്ണന. അതും 80 വയസ്സായിട്ടുള്ള അമ്മയാണ് എഴുതിയേക്കണത്. അതിക്കുമ്പോ അമ്മ എഴുതി ദുർഗയും ചിത്രാരുണും ഞാനും ഒക്കെ പാടി വേറെ ഗാനങ്ങളുണ്ട്. അമ്മ ഒരു ഏജ് 79-80 വയസ്സായപ്പോഴും ശരിക്കും പറഞ്ഞാൽ എഴുതി തുടങ്ങി. നന്നായിട്ട് അതിക്കുമ്പോ കുറേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. കുറേ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും നാമങ്ങളും നാമാവലികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള പരിചയത്തിൻ്റെ പുറത്താണത് കുറേ എഴുതി വന്നത്. അതും കാരണക്കാരനായത് ശ്രീ ടി.ആർ. രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ മൂകാംബിക ഭക്തിഗാനങ്ങളും ഗുരുവായൂരപ്പൻ ഭക്തിഗാനങ്ങളും ഒക്കെ പുള്ളിയുടെയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ നല്ല എഴുത്തുകാരുമായിട്ടുള്ളൊരു സഹവാസം കാര്യങ്ങളും എനിക്ക് ഉള്ളത് കൊണ്ടും അവരുടെ കൂടുതലും എഴുത്തുകാരാണ് സമീപിക്കണം. നമ്മൾ പാട്ട് ചെയ്യാനായിട്ട് കമ്പോസ് ചെയ്യാനായിട്ട് എപ്പോഴും എഴുത്തുകാരാണ് കൂടുതലും നമ്മുടെ അടുത്ത് വരുന്നത്. അങ്ങനെ എത്തി ഇപ്പോൾ BK ഹരിനാരായൺ, അതായത് സിനിമ മേഖലയിൽ തന്നെ എത്രയും തിരക്കുള്ള അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ചെയ്യാനും ഇപ്പോൾ റീസെൻ്റിലായിട്ട് ചെയ്തേക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം സോങ് ആണ്. സിത്താരയാണ് പാടിയേക്കുന്നത്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം, കംപ്ലീറ്റ് ആയിട്ടില്ല, വരാൻ പോണത്. പിന്നെ നമ്മുടെ ആരാധ്യനായ എൻ്റെ ഗുരുനാഥൻ പോലെ നമ്മുടെ അത്ര ചെറുപ്പത്തിലോട്ട് ഇത്രയും ഗാനങ്ങൾ കേട്ടു വളർന്നത് TS രാധാകൃഷ്ണജിയുടെ. റീസെൻ്റ്ലി അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം പാടാനായിട്ട് എനിക്കൊരു ഭാഗ്യമുണ്ടായി. അതും എഴുതിയേക്കുന്നത് ശ്രീ BK ഹരിനാരായണാണ്. ചേട്ടന് വേണ്ടി ഒത്തിരി പാട്ടുകൾ, ഹിറ്റ് ഗാനങ്ങൾ, ഇപ്പം നീ എന്ന ഗാനത്തെ പോലത്തെയൊക്കെ എഴുതി അത്രയും ഇതായ ആള് ആദ്യമായിട്ട് TS ആയിട്ട് ഒരുമിക്കുന്ന ഒരു വർക്ക് കൂടിയാണ് വരുന്നത്. അതാണ് റീസെന്റ് ഇപ്പൊ പാടി കഴിഞ്ഞത്. എത്ര വയസ്സ് മുതൽ പാട്ട് പഠിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ പാട്ട് പാടുന്നൊക്കെ ഉള്ളത് വീട്ടിൽ ആരാണ് കണ്ടുപിടിച്ചത്? വീട്ടില് ഈ പറഞ്ഞ ഞങ്ങള് 4 ആൺമക്കളാണ്. അത് ഏറ്റവും ഇളയ ആളാണ് ഞാൻ. എന്റെ മൂത്ത ജ്യേഷ്ഠൻ മുരളി, അദ്ദേഹം നന്നായിട്ട് പാടും. അത്യാവശ്യം വീട്ടിൽ എന്നും സംഗീതവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. നന്നായിട്ട് പുള്ളിയുടെ പാട്ടൊക്കെ കേട്ടാണ് നമുക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത്. എന്റെ അമ്മൂമ്മ പക്ഷെ വീണയൊക്കെ പഠിച്ചേക്കുന്ന ആളാണ്. അമ്മയുടെ അമ്മ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ വീണയൊക്കെ പഠിച്ചു വന്ന ഒരാളായിരുന്നു അന്നത്തെ കാലത്ത്. അത്രയും ഒരു ബാക്ക് നോക്കുകയാണെങ്കിൽ ഇതുണ്ട്. എങ്കിലും നമ്മുടെ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ച് അത്രയും ഒരു പഠനത്തിനുള്ളൊരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം വളരെ ഡൗൺ ആയിരുന്നു. പിന്നെ ചേട്ടനൊക്കെ വലുതായി വന്നതിന് ശേഷമാണ് എന്നെ പഠിപ്പിക്കണം എന്നുള്ളൊരു ധാരണയിൽ ശരിക്കും പാടുന്നുണ്ടെങ്കിലും ഒരു സീരിയസ് സ്റ്റഡി നടത്തിയ ഒരു 10ാം ക്ലാസ്സൊക്കെ ആവാറായപ്പോഴാണ് നന്നായിട്ട് പാടുമായിരുന്നു. സ്കൂളിലൊക്കെ പാടുമായിരുന്നു. വളരെ LP സ്കൂളിലൊക്കെ സാറൊക്കെ എന്നെ ചെറിയ സൈക്കിള് ഫ്രണ്ടിലുള്ള ചെറിയ സീറ്റിലൊക്കെ ഇരുത്തി കൊണ്ടുപോയി പാടിച്ചതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മത്സരങ്ങൾക്കൊക്കെ പഠിക്കാതെ തന്നെ അത് പാടുമായിരുന്നു. പറമ്പാടി മോഹൻ സാറാണ് അതൊന്ന് കൊണ്ടുപോയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം സംഗീത അധ്യാപകൻ കൂടിയായിരുന്നു. അപ്പോൾ കണ്ണംകുളങ്ങര LP സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ ആ സ്കൂളിൽ സാറിൻ്റെ കോമ്പറ്റീഷൻ കൊണ്ടുപോയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ നമ്മൾ പാടുന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റേജ് അങ്ങനെയൊക്കെ ഒന്നും കുറവായിരുന്നു. 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ശ്രീ സുധൻ വാച്ചാക്കൽ എന്നുള്ള സാറിനത്ത് കൊണ്ടുപോയാക്കി ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാനും തുടങ്ങിയത്, കർണാട്ടിക് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ അത് നമ്മൾ പ്രീ ഡിഗ്രി ഒക്കെ എത്തിയപ്പോഴത്തേക്കും നമ്മൾക്ക് അത് വേണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായി. നന്നായിട്ട് പഠിക്കണം എന്നുള്ളൊരു തോന്നലോടുകൂടി നമ്മളത് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുക, സീരിയസ് ആയി. അതായത് ഞാൻ ലക്ഷ്മി കോളേജ് എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ പ്രീ ഡിഗ്രി 2 കൊല്ലം, BCom 3 വർഷം, MCom 2 വർഷമൊക്കെ അവിടെയാണ് ഒരു 6-7 വർഷം പഠിച്ചിരുന്നത്. അവിടെയും നല്ല സപ്പോർട്ടായിരുന്നു. അവിടെ 3 സാറുമാർ ചേർന്ന് നടത്തുന്ന ഒരു ഒരു പ്രൈവറ്റ് കോളേജ് ആയിരുന്നെങ്കിലും ഒത്തിരി കുട്ടികളുള്ള, ബാച്ച് വൈസ് ഉള്ള കുട്ടികളുള്ള കുറേ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. അപ്പോൾ അവിടെ ജോസ് സാറ്, ഡേവിസ് സാറ്, PH സാർ, ഒരു 3 പേര് കൂടിയാണ് നടത്തുന്നത്. അപ്പോൾ കലയ്ക്കുമൊക്കെ അതോടുകൂടി സപ്പോർട്ടിങ് കിട്ടിയൊരു കാലഘട്ടം കൂടിയായിരുന്നു. പ്രോഗ്രാംസ്, യൂത്ത് ഫെസ്റ്റിവലിൽ, കോളേജ് ഡേ ഒക്കെ പാടുമെങ്കിലും
നമുക്ക് എല്ലാ ചില സാറുമാർക്ക് നമ്മളോട് താല്പര്യം പോലെ രാജീവ് എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. സാർ എല്ലാ ബുധനാഴ്ച എന്നെ കൊണ്ടൊരു പാട്ട് പഠിക്കും ആ സാറിന്റെ പീരീഡിൽ. അന്ന് ഏത് പാട്ടാ പാടുക? അന്ന് സിനിമാ ഗാനങ്ങളൊക്കെയാണ് കൂടുതലും പാടുന്ന ആ സമയത്ത്. അന്ന് ഭക്തി ഗാനങ്ങൾ അത്ര അതല്ല, കൂടുതലും സിനിമാ പാട്ടുകളൊക്കെ വരും. പഠിച്ചിടും പോകും ഏതെങ്കിലുമൊക്കെ പാടും. ഒന്നും ചേട്ടന്റെ പാട്ടുകളൊക്കെ നമുക്ക് പാടാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കോളേജിലേക്കൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പാതിര പുള്ളുണർന്നു ആ പാട്ടൊക്കെ ഇറങ്ങിയ ഒരു സമയം, ഇപ്പോഴും കിടന്ന് ആ സമയത്തൊക്കെയാണ് ഞാൻ കോളേജിലേക്ക് പഠിക്കും. അപ്പൊ അതൊക്കെ കോളേജിലേക്കൊക്കെ പാടിയതായിട്ടും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ആ സമയത്തുള്ള സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് 5 മണി തൊട്ട് രാത്രി 10 മണി വരെ ഇൻക്ലൂഡിങ് സൺഡേ അടക്കം പ്രാക്ടീസ് ചെയ്യുന്നു. 5 മണിക്കൂറൊക്കെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രാക്ടീസാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ പഠിക്കണം എന്നുള്ളതും ഒരു സീരിയസ് ആയിട്ടുള്ള ഇതിനകത്തേക്ക് ആവാനും കാരണം ആയത്. ആ ഒരു സമയത്തിന് ഒരു 18-20 വയസ്സായപ്പോഴത്തേക്ക് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനും സ്വന്തമായിട്ട് 20 വയസ്സായപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാനും ഫ്രണ്ട്സും കൂടെയാണ് തുടങ്ങിയത്. സ്വരത്രയ തുടങ്ങി. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 27 വർഷത്തോളമായി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട്. അപ്പൊ അത് നമ്മളൊരു പാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടങ്ങാന്നുള്ളൊരു ചിന്ത വരണതേ അത് ഭയങ്കര അത്ഭുതമാണ്. പാഷൻ എന്നുള്ള രീതിയിൽ ചെയ്താണ്. നമ്മളൊരു ഇന്നത്തെ കാണുന്ന രീതിയിൽ ഒരു ബിസിനസ് മൈൻഡിലോ അതൊന്നുമല്ല നമ്മുടെ. നമുക്കൊരു പ്രാക്ടീസ് ചെയ്യാൻ ഇടം, നമുക്ക് നന്നായിട്ട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ ചെയ്ത് പോകുന്നതാണ്. അപ്പൊ 20 വയസ്സായപ്പോ തന്നെ ഇതാണ് എന്റെ മേഖലയിൽ നമുക്ക് ഇതാണ് മേഖലയായിട്ട് മാറുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ആ സമയത്ത് തന്നെ നമ്മള് പാട്ടിലേക്ക് ഫുള്ളി ആവണം എന്നുള്ള ആഗ്രഹത്താൽ തന്നെ പോയിരുന്നതാണ്. നമ്മൾ പാടും, നന്നായിട്ട് പ്രോഗ്രാം ചെയ്യും, ക്ലാസ് ആയിട്ട് പോകും. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ബാക്കിയുള്ള കമ്പോസിങ് കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡിവോഷണൽ ആൽബങ്ങളും ഒക്കെ ചെയ്തു തുടങ്ങിയിരുന്നു കുറേശ്ശെ. നമ്മള് റെക്കോർഡിംഗ് മേഖലയിലൊക്കെ ചെയ്തു തുടങ്ങിയിരുന്നു നമ്മൾ പാടാനായിട്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഇന്നത്തെ പോലെ അത്രയും ആക്സസിബിൾ അല്ല റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ സ്റ്റുഡിയോയിലേക്കും ഈ പറഞ്ഞ പോലെ ടോമി തച്ചങ്കരി സാറിന്റെ സ്റ്റുഡിയോയിലൊക്കെ ചെന്ന് ഓരോ വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങിയത് കുറേശ്ശെ. പക്ഷെ ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്നു, നമുക്കിതൊരു മേഖലയായിട്ട് തെളിഞ്ഞു വരുന്നൊക്കെ ഒരു ദൈവാധീനം പോലെ നമുക്ക് പിന്നീട് വന്ന കാര്യങ്ങൾ വന്നു ചേർന്നതാണ് ശരിക്കും. നമ്മൾ ഇന്നതാവണം. ഇപ്പോഴത്തെ കുട്ടികൾ കുറേയും കൂടി എന്താ പറയുക, ഒരു ഫോക്കസ്ഡാണ് എല്ലാ കാര്യങ്ങളും. എന്ത് പഠിക്കണം, എന്താവണം എന്നൊക്കെ ഉള്ള വെൽ പ്ലാൻഡ് ആയിട്ടാണ് അവർ പഠിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് സാഹചര്യങ്ങളുടെ ഒരു ഇതുകൊണ്ടും നമുക്ക് ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതേ നടക്കുള്ളൂ എന്നുള്ള ചിന്തയൊന്നുമില്ല. പക്ഷെ എങ്കിലും അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. ആദ്യം പാട്ട് പാടിയതാണോ അതോ കമ്പോസിംഗ് ആണോ ഫസ്റ്റ് ചെയ്തത്? പാടൽ തന്നെയായിരുന്നു. കമ്പോസിങ് അതിന് ശേഷമൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഒരു സ്കൂൾ റേഡിയോ വന്നിരുന്നു. പല സ്കൂളുകളിലും റേഡിയോ തുടങ്ങണ ഇപ്പോഴും ഉണ്ട് പല സ്കൂളുകളിലും. അപ്പോൾ ടോമി എന്ന് പറഞ്ഞ സാറായിട്ട് പരിചയപ്പെട്ടിട്ട് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായിരുന്നു അദ്ദേഹവുമായിട്ടുള്ള ബന്ധം കൊണ്ട് നമുക്ക് പള്ളിപ്പുറം സ്കൂളിലാണ് ആദ്യത്തെ സ്കൂൾ റേഡിയോ ലോഞ്ച് ചെയ്യണത്. അത് സിപ്പി സാറാണ് എഴുതിയേക്കണത്, നമ്മുടെ ബാലസാഹിത്യകാരൻ സിപ്പി സാർ എഴുതിയിട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ടാണ് സ്കൂൾ റേഡിയോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ആ ഇൻ്റർവെല്ലിന് ഒരു സ്കൂളിൽ തന്നെ റേഡിയോ സംപ്രേഷണം ചെയ്യും. ആദ്യം ഒരു പാട്ട്, ഒരു തീം സോങ് കേൾപ്പിക്കും. അതിനുശേഷം കുട്ടികളുടെ പലതരത്തിലുള്ള അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കവിതകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത് പിന്നെ പല സ്കൂളുകളിലേക്ക് വ്യാപിച്ചു. അപ്പൊ എല്ലാ സ്കൂളിലും നമ്മൾ ഇങ്ങനെ തീം സോങ് ചെയ്യാനായിട്ട് നമ്മൾ പോവും. പിന്നെ അങ്ങനെ അത് റെക്കോർഡറാണ് ഉള്ളത്. പിന്നെ ആ പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കാനും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതോടൊപ്പം നമ്മുടെ ക്ലാസ്സും നമുക്ക് വളർന്നു വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പോസിംഗ് എന്നുള്ളൊരു താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു. അപ്പോഴും ഇപ്പോഴും നമുക്ക് കൂടുതൽ പാടുന്നതിനേക്കാളും കൂടുതൽ കമ്പോസ് ചെയ്യാനുള്ളൊരു ഇഷ്ടമുണ്ട്. ചെറുപ്പത്തിൽ അങ്ങനെ കമ്പോസ് ചെയ്യാറുണ്ടായിരുന്നു. ചില പാട്ടുകളൊക്കെ ഗ്രൂപ്പ് സോങ് ഒക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് സോങ്ങുകളൊക്കെ സ്വരങ്ങളൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ പാടാനൊക്കെ ഉള്ളൊരു ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും കൂടുതലും നമ്മൾ ആ സമയത്ത് നമ്മളത്ര ഞാൻ പറഞ്ഞില്ലേ പഠനത്തിനോടാണ് കൂടുതൽ നമ്മൾ താല്പര്യമുണ്ട്. കുറച്ച് നന്നായിട്ട് പഠിക്കണം, ബേസ് വേണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് മാമംഗലത്ത് മധുസൂദന മേനോൻ എന്നുള്ള സാറിനടുത്ത് ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ പഠിക്കാൻ വരുന്നത്. സാറെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ക്ലാസ്സും അതേപോലെ ആയിരുന്നു. എല്ലാം ബൈഹാർട്ട് പഠിക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇന്നിപ്പോൾ കാണുമ്പോൾ അത്രയും അഡ്വാൻസ് ക്ലാസ് എടുക്കുമ്പോഴും നമുക്ക് ഒന്നും ബുക്ക് നോക്കേണ്ട ഒരവസ്ഥയില്ല. മനസ്സിലാവില്ല. അത്രയും നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു. അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ പോയതുകൊണ്ട് നമുക്ക് കുറെ കൃതികൾ പഠിക്കാനും എല്ലാം
അത് നമുക്ക് ഇന്നത്തെ പോലെയല്ല, അത് അത്രയോ ആവർത്തികൾ നമ്മളെ പാടിച്ച് അത് ശരിയാക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം ഫാസ്റ്റ് ലൈഫ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തിരക്കായതുകൊണ്ട് ഇപ്പം പണ്ടത്തെ അത്രയും അത് മോശമാണെന്നല്ല പറയണം, എങ്കിലും അന്നത്തെ ഒരു പഠന രീതി അതായിരുന്നു. അത്രയും ആവർത്തി പാടിക്കും. എന്നോടൊക്കെ തന്നെ സാറ് പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ എന്ത് നേരം വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, ഫോണുണ്ടല്ലേ. ഞങ്ങളൊക്കെ അങ്ങനെ ഇരുന്നില്ല. ഒരു എത്ര സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വർണ്ണം എത്ര പ്രാവശ്യം പാടാം എന്നാണ് ഞങ്ങളൊക്കെ ചിന്തിച്ചത്. അതിന്റെ കൂടെ നമ്മൾ പേഷ്യൻസും പഠിക്കുകയാണല്ലോ, ഇങ്ങനെ ഇരുന്നിങ്ങനെ അല്ലേ. ഇപ്പത്തെ പിള്ളേർക്ക് അതല്ല ഇല്ലാത്ത, ഒട്ടും പേഷ്യൻസ് ഇല്ല അവർക്ക് ഇരുന്ന് പഠിക്കാനുള്ള. അരങ്ങേറ്റം നടത്താൻ പറ്റുന്ന വന്ന് ചോദിച്ച് ചേരുന്ന ആൾക്കാരും ഉണ്ട്. എന്നരങ്ങേറ്റം വരുമ്പോ തന്നെ സ്റ്റേജിൽ കയറാൻ പറ്റുന്ന, അല്ലെങ്കിൽ അരങ്ങേറ്റം എന്ന് ചെയ്യാൻ പറ്റുന്ന ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, തിരക്കുള്ള ആൾക്കാരുണ്ട്, തരത്തിലുള്ള ആൾക്കാരുണ്ട്. നമുക്ക് ഇന്നത്തെ കാലത്ത് അത് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്ക് ഞാൻ പറയാറുണ്ട്, ഏകദേശം ഒരു 3 വർഷമെങ്കിലും മിനിമം പഠിച്ചാലാണ് ബേസ് ആവുള്ളൂ. അതിന് അപ്പുറത്തേക്ക് നമ്മൾ ബാക്കി ആ ലെവലിൽ പറ്റുള്ളൂ. എന്നാലും ആൾക്കാർ ഇപ്പൊ പെട്ടെന്ന് 1-2 പഠിക്കണം, പെട്ടെന്ന് ഏൺ ചെയ്യണം, പെട്ടെന്ന് രക്ഷപ്പെടണം, അങ്ങനെയുള്ള ആഗ്രഹം ഉള്ള ആൾക്കാരാണ് കൂടുതലും. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയണമെങ്കിലും കൂടുതലും കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് പൊതുവെ ഉള്ള ഒരു രീതിയല്ല. ഒന്നിനും സമയമില്ല എന്നുള്ള, സമയം അവർക്ക് പേഷ്യൻസോട് ഇരിക്കാൻ പഠിക്കാനുള്ള സമയം. പിന്നെ ഒത്തിരി സാഹചര്യങ്ങളുണ്ടല്ലോ. പാട്ട് കേൾക്കാനാണെങ്കിലും ഇപ്പം നമ്മളെ സംബന്ധിച്ച് അന്നൊക്കെ എല്ലാം ടേപ്പ് റെക്കോർഡർ വേണ്ടി അടിച്ചും മറിച്ചിട്ട് ഒരു പാട്ട് കേട്ട് തിരിച്ചും അങ്ങനെ എല്ലാം അങ്ങനെയായിരുന്നു. പിന്നെ എല്ലാവർക്കും സ്വന്തമായിട്ട് വീട്ടിൽ ടേപ്പ് റെക്കോർഡർ ഒന്നും ഇല്ലാത്ത സാഹചര്യം, ഞാനൊക്കെ അങ്ങനെയായിരുന്നു. കറണ്ടൊക്കെ തന്നെ കിട്ടിയ ഒത്തിരി വൈകി ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പാട്ട് കേൾക്കാനായിട്ട് അപ്പുറത്തുപുറത്ത് വെക്കുന്ന പാട്ട് പറയാം, അമ്പലത്തിൽ നിന്ന് ഡെയിലി കേൾക്കുന്ന പാട്ടുമൊക്കെ വളരെ ശ്രദ്ധിച്ച് കേട്ടിരുന്ന് പഠിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. റേഡിയോയില് ചലച്ചിത്ര ഗാനങ്ങളുടെ സമയമൊക്കെ നോക്കിയിരുന്ന് കേട്ടിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പക്ഷെ അതല്ല. അപ്പൊ അതനുസരിച്ച് കുട്ടികളുടെ കഴിവുകളും കൂടുതലാണ്. ഞാൻ മനസ്സിലാക്കിത്തോളം ഇപ്പൊ റിയാലിറ്റി ഷോയിലൊക്കെ പാടുന്ന എത്രയോ കുട്ടികളുണ്ട്, എന്ത് ഭംഗിയായിട്ടാണ് അവർ പാടുന്നത്. നമുക്കൊക്കെ അത്ര ആ സമയത്തൊരു പാടാൻ പറ്റുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും സാഹചര്യങ്ങളുണ്ട് പാട്ടുകൾ കൂടുതൽ കേൾക്കാനും പലതരത്തിലുള്ള സംഗീതം ആസ്വദിക്കാനും ഒക്കെ അവർക്ക് വിരൽത്തുമ്പിലുണ്ട്. നമുക്ക് അത്രയും ഒരു വൈഡ് ആയിട്ടുള്ളൊരു റേഞ്ച് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാ പാട്ടുകളും അവർക്ക് സെർച്ച് ചെയ്ത് അപ്പം കിട്ടുകയാണ്. ഏത് സംഗീതം വേണമെങ്കിലും, ഏത് തരത്തിലുള്ള സംഗീതം വേണം, കൊറിയൻ ഒക്കെ കേൾക്കാണ്. കാരണം നമുക്ക് അത്രയും ഒരു വൈഡായിട്ട് പുതിയത് ഇപ്പൊ എയുടെ കൂടെ പറയാനുമില്ല. കാരണം ഏത് തരത്തിലുള്ള സംഗീതം സൃഷ്ടിക്കാനും ഒക്കെ പറ്റും. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കുന്നു അനുസരിച്ചിരിക്കും അതിന്റെ ഒരു കാര്യം. സ്വാമി നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ, നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് അവര് വിളിച്ചിട്ട് ഞാൻ പോയി കണ്ടു. സ്വാമി ചെന്നപ്പോ അധ്യാപകനാണെന്ന് പരിചയപ്പെടുത്തുമല്ല കുട്ടികള്. അപ്പൊ എന്നോട് ഇരുന്നോളാൻ പറഞ്ഞു, പാടിക്കോളാം. അതേപോലെ കമ്പോസ് ചെയ്യുമ്പോൾ ഇന്നാള് പാടണം എന്നൊക്കെയുള്ള മനസ്സിൽ വരാറുണ്ട്. ഇത് ഇന്നാളെ കൊണ്ട് പാടിപ്പിച്ചാൽ നന്നായിരിക്കും. അത് നമുക്ക് അതിന്റെ ഒരു മനസ്സിൽ വെച്ചിട്ടാണോ കമ്പോസ് ചെയ്യണത്? അങ്ങനെ ചെയ്യാറുണ്ട്. ചിലപ്പോഴും ചില പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഓരോരുത്തർ. ഇപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പാടുന്ന ആഗ്രഹമുള്ള ഒരാൾ മധുചാരനാണ്. ദാസേട്ടന്റെ കൂടെ 10 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ദാസേട്ടന്റെ കൂടെ ലുമുലാൽ മുല്ലശ്ശേരി എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയാണത് ഈ 10 പാട്ടുകളും വന്നേക്കണം. സ്വരത്രയാണ് എഴുതിയേക്കണം. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ 2 സുഹൃത്തുക്കൾ ചേർന്നാണ് പറയുക. അനുഷാദും എന്ന് പറഞ്ഞൊരാളുണ്ട്. ചിത്ര ചേച്ചിയുടെ ചേച്ചിയുടെയും നമ്മുടെ ഒരു സിനിമ ആണ് ചെയ്തത്. ഫിലിം ഒരു സലിമേട്ടൻ സലീംകുമാർ ഡയറക്ട് ചെയ്ത കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സിനിമയിൽ, അതും സ്വരത്ര തന്നെയാണ് ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കല്ല. സിനിമയിൽ ഉണ്ടാവുള്ളൂ. പാട്ടുകൾ ഇറങ്ങും, യൂട്യൂബിലൊക്കെ ഇറങ്ങുമായിരിക്കും. ഇന്ന സിനിമയിലാണെന്ന് വെക്കും, സിനിമയിലുണ്ടാവൂല. ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്ന രീതിയിലും. പക്ഷെ സിനിമയ്ക്ക് പാട്ടുകൾ എടുക്കാൻ വേണ്ടി സിനിമ എടുത്തിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സിനിമയിൽ തന്നെ 10-12 പാട്ടുകളൊക്കെ ഉള്ള സിനിമകൾ ഉണ്ടായിരുന്നു.